എവരിവൺ, വെൽക്കം ടു റോഷനാസ് വൈബ്സ്. എൻ്റെ പേര് റോഷന. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താ പറയുക, കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. തമിഴിൽ കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഞാൻ കാനഡയ്ക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന സാധനങ്ങളൊക്കെ കൂടുതലും ഇൻസ്റ്റോൾ, അതായത് പോയിട്ട് മേടിച്ച സാധനങ്ങൾ, നമ്മുടെ വീട്ടിനടുത്ത് കിട്ടുന്നതും വീട്ടിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നതും അതൊക്കെ ആയിരിക്കും. കുറച്ച് സാധനങ്ങൾ ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ട് എന്താ പറയുക, ഞാൻ അതായത് ഞാൻ ഓൾറെഡി മിന്ത്ര, നൈക്ക, അജിയോ, മാക്സ്, പിന്നെ നമ്മുടെ മറ്റുള്ള വെബ്സൈറ്റൊക്കെ ഉണ്ടല്ലോ നമ്മൾ യൂഷ്വലി വാങ്ങിക്കുന്നത്, അതിനകത്തും കുറേ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഞാൻ സെപ്പറേറ്റ് ഇപ്പോൾ മിന്ത്ര ആണെങ്കിലും മിന്ത്ര ഹോൾ വീഡിയോ, നൈക്കയുടെ ആണെങ്കിൽ നൈക്ക ഹോൾ വീഡിയോ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ആയിരിക്കും ഞാൻ അതിന് മുമ്പേക്ക് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തൊന്നും കാണിക്കാത്ത ചില പ്രൊഡക്ട്സ്, ഞാൻ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക, ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചില പ്രൊഡക്ട്സ് ഒന്നും റിസീവ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പ്രൊഡക്റ്റൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ എന്താ പറയുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ പോയി വാങ്ങിച്ചതിൻ്റെത് എനിക്ക് ലിങ്ക് തരാൻ പറ്റില്ല, ജസ്റ്റ് ഇന്നതാണ് എന്നുള്ളത് എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, എന്തായാലും ഇൻഫോർമേറ്റീവ് ആയിരിക്കും. പോകാനിരിക്കുന്നവർക്ക്, പാക്ക് ചെയ്യാനിരിക്കുന്നവർക്ക് കുറച്ചൊക്കെ ഈസി ആയിരിക്കും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട്. നിങ്ങൾ പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഐഡിയ കിട്ടും എന്തൊക്കെ കൊണ്ടുപോകാം. നിങ്ങൾ മറക്കാതെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും, പറഞ്ഞുതരുമൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഓരോന്നോരോന്നായിട്ട് നോക്കാം അല്ലേ. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന്, അതായത് നമുക്ക് നാട്ടിൽ തന്നെ യൂസ് ചെയ്തിട്ട് ശീലമായ കുറച്ച് സാധനങ്ങൾ, പ്രത്യേകിച്ച് യൂട്ടൻസിൽസ്, മസാലാസ് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഏതൊക്കെ ട്രോളിയിലാണ് വെക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ട് പറയാൻ പറ്റും. ഞാൻ പാക്കിംഗ് വ്ലോഗ് വേറെ ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ പോകുന്നതിൻ്റെ ഒരു 5 days മുമ്പെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എത്രത്തോളം സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. ടോട്ടൽ എനിക്ക് 5 ട്രോളീസ് ആണുള്ളത്. അതിൽ ഒരെണ്ണമാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്, മറ്റേത് ജസ്റ്റ് ചെറുതായിട്ടൊന്നും വെച്ചെന്നേ ഉള്ളൂ, ഒന്നും അധികം സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ഫുൾ പാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സംഭവത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട. അപ്പോൾ അതിന് മുമ്പേ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതൊരു സപ്പോർട്ടായിരിക്കും, ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ചെയ്തേക്കാം കേട്ടോ. അപ്പം നമുക്ക് സാധനങ്ങൾ എടുത്താലോ. പെട്ടെന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. പിന്നെ നിങ്ങൾ ഇതുവരെ കാണാത്ത സാധനങ്ങളൊന്നുമല്ല ഞാൻ കാണിക്കാൻ പോകുന്നത്. എനിക്ക് കുറച്ച് സാധനം ചേച്ചി ബാംഗ്ലൂർ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു പ്രോഡക്റ്റ്. അതിനകത്ത് നിന്ന് കുറേ സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് മാത്രം കാണിച്ചു തരാം, എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം, എന്നിട്ട് അടുത്തത് എടുക്കാം. അതായിരിക്കും കുറച്ചുകൂടി ഈസി. അപ്പോൾ ഈ 2 ബൗൾസാണ് കേട്ടോ. നല്ല എന്താ പറയുക, പ്രത്യേകിച്ച് അതിനകത്ത് ഡിസൈനൊന്നുമില്ല, ഇങ്ങനെ നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ട്, വേറെ ഡിസൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സാധനത്തിൽ ഫുഡൊക്കെ ഇട്ടിട്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഫുഡ് ഇട്ടിട്ട്, അങ്ങനെ നല്ല രസമുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് വേറെ ഡിസൈനൊന്നും, സാധാരണ ഒരു ഇതെനിക്ക് തോന്നുന്നത് 1.5 liters ആണ് കേട്ടോ. 1.5 liter ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. പിന്നെ ഇത് വന്നിട്ട് 500. നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല ഫിനിഷിംഗ് ആണ്. നല്ല പാക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് റാപ്പ് ചെയ്യുക, ബബിൾ റാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് റാപ്പ് ചെയ്യുക. പിന്നെ അതേപോലെ ട്യൂബ്സ്, എന്തെങ്കിലും ഓയിലോ അങ്ങനെ എന്തെങ്കിലും, ഹെയർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ട്, ഷാമ്പൂ അങ്ങനത്തെയൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ലീക്ക് പ്രൂഫ് ഇല്ല, ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് സെല്ലോ ടാപ്പൊക്കെ വെച്ച് എന്താ പറയുക, റാപ്പ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. കുറേ പ്രാവശ്യം റാപ്പ് ചെയ്തോളൂ. അതിന് മേളിൽ പിന്നെ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് പിന്നെ റാപ്പ് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോവുക. കാരണം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എത്തുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമമാണ്. പൊട്ടിപ്പോയത് മാത്രമല്ല, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അത്ര കഷ്ടപ്പെട്ട് നമ്മൾ അവിടെ വരെ കൊണ്ടുപോകല്ലേ. വീട്ടിൽ നിന്നൊക്കെ അത്രയും കഷ്ടപ്പെട്ട് ഒരു എന്താ പറയുക, എടുത്തേ പറ്റുമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അത്രയും നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് കുറേ സാധനങ്ങളായിരിക്കും കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെക്കിങ്ങിലാണ് കൊണ്ടുപോവുക.
ഇപ്പം ഞാൻ എടുക്കുന്ന ഓരോ സാധനങ്ങളും എവിടെയൊക്കെ വെക്കാൻ പറ്റും, ഏത് ചെക്കിൻ ട്രോളിയിൽ. ആ ചെക്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് ഫ്ലൈറ്റിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ട്രോളി, ഫ്ലൈറ്റിനകത്ത് കൊണ്ടുപോകുന്ന ട്രോളിയാണ് ക്യാബിൻ സൈസ്, ക്യാബിൻ ട്രോളി. ഓക്കെ, ക്യാബിൻ ലഗേജ്. അപ്പം അതിലേക്ക് നിങ്ങൾ ഇതൊന്നും വെക്കരുത്. അതേപോലെ തന്നെ ഷാർപ്പായിട്ടുള്ളതൊന്നും, ഈവൻ സേഫ്റ്റി പിന്ന് പോലും കൊണ്ടുപോകരുത്. ഓരോ എയർലൈൻസിനും ഓരോ റൂൾസ് ആയിരിക്കും. അപ്പം അവരൊരു ചെറിയ പിന്ന് കണ്ടാൽ, ഒരു ചെറിയൊരു പിന്ന് കണ്ടാൽ മതി, അവർ നിങ്ങൾ വിളിപ്പിക്കും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ട്രാവൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പാക്ക് ചെയ്യണം. ഏതൊക്കെ എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്നുള്ളത് അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് പോകണം. ഓക്കെ, സോ ഇത് നമ്മളെ ചെക്കിങ്ങിലോട്ട് പോകേണ്ടതാണ്. നമുക്ക് അടുത്ത സ്ഥലത്തിലോട്ട് പോവാം. പിന്നെ ഡിമാർട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേറൊരു, ഇതെനിക്ക് ഫുള്ളായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട്, ഇതിന് ചെറിയൊരു ഡോട്ട് ആയിട്ട് ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെയാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അടപ്പാണ്. ഇത് എനിക്കൊന്ന് 1 ലിറ്റർ, 1 ലിറ്റർ എന്തായാലും വണ്ണിൻ്റെ കുറച്ചും കൂടെ ഉണ്ടാവും തോന്നുന്നു. നല്ല പുട്ടുകുറ്റി പോലെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും എനിക്കിഷ്ടമല്ല. ഒന്നല്ലെങ്കിൽ സ്റ്റീൽ, അല്ലെങ്കിൽ അത് ഫ്ലാസ്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബോട്ടിലായിരിക്കണം. പ്ലാസ്റ്റിക് എനിക്ക് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പം അതെ, ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും 89 റുപ്പീസാണ്. ഈ ടാഗൊക്കെ പൊളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് നേരം ഉണ്ടാവും. കാരണം ഇതൊക്കെ ഇളകി വരണം എന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ തേച്ച് വെച്ച് കുറച്ച് സമയം എടുക്കും. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വന്നിട്ട് 110 രൂപയാണ്. പിന്നെ അതായത് ഡിമാർട്ടിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് അവർ പ്രത്യേകം ഇട്ടിട്ടുണ്ടാവും SP ₹89 എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ്. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നിങ്ങൾക്ക് ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ക്ലോത്ത് ആണെങ്കിൽ മതി. ഇപ്പോൾ നിങ്ങൾ കർച്ചീഫ്സ്, നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഹാൻഡ് ബാഗിലോ ഫ്ലൈറ്റിനകത്തേക്ക് കൊണ്ടുപോകേണ്ട അല്ലാത്ത എന്തെങ്കിലും കർച്ചീഫ്, സോക്സ്, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രഞ്ചീസ് കൊണ്ടുപോകാൻ പെൺകുട്ടികൾക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കുത്തി നിറച്ച് കൊണ്ടുപോകും. ഇതായിട്ട് വെക്കുമ്പോഴത്തേക്ക് ഇതിനൊരു സ്പേസ് വേണം. ഇതിനകത്ത് ഒന്നും വെച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഇതിനകത്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വെളിയിലായിരിക്കും. അപ്പോൾ എന്തായാലും അത് വെക്കണം, അതിനൊരു സ്ഥലം വേണം. അപ്പോൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ അത്രയും സ്ഥലം നിങ്ങൾക്ക് ലാഭിക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് ടിപ്പ്. ഇത് നമ്മുടെ ചെക്കിങ്ങിലോട്ട് പോകേണ്ടതാണ്. ഫ്ലൈറ്റിനകത്ത് പോകേണ്ട ലഗേജിൽ വയ്ക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ വേണം എന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. പിന്നെ ഉള്ളത് ഈ ഒരു ഇതാണ് കേട്ടോ, മൈക്രോ ഫൈബറിൻ്റെ ആണ്. നല്ല സാധനമാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ചേച്ചി യൂസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അതുകൊണ്ട് നല്ല അഭിപ്രായമുണ്ട്. ചേച്ചി നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് നല്ലത് തന്നെയായിരിക്കും, നല്ലതിൻ്റെ വെളി നല്ലതായിരിക്കും. എന്താ ഇതൊരു എന്താ പറയുക, ബേജ് കളറാണ് കേട്ടോ. യെല്ലോ, ബ്ലൂ, ലാസ്റ്റ് വൺ ഇതൊരു ഐവറി ആണ്, ഐവറി കളർ. ഓൾറെഡി ഇത് വാഷ് ചെയ്ത് വെച്ചു. എനിക്കിത് യൂസ് ചെയ്യാൻ, നമ്മൾ കർച്ചീഫല്ലേ, അപ്പം യൂസ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഹാൻഡ് കർച്ചീഫ് ഒന്നോ രണ്ടോ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വയ്ക്കാം കയ്യിൽ. ഓക്കെ, സോ ബാക്കിയെല്ലാം ചെക്കിങ്ങിലേക്ക്. ഓക്കെ, അതേപോലെ തന്നെ 3 ഇതാണ് കിച്ചൺ റഗ്ഗാണ്. കിച്ചൺ ടവലുണ്ടല്ലോ, ആക്റ്റീവ് ക്ലോത്ത് എന്ന് പറയും, കിച്ചൺ റഗ്, കിച്ചൺ ടവൽ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതാ മൈക്രോ ഫൈബറാണ് ഇത് രണ്ടും. കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മൾ മുഖം തുടയ്ക്കുന്ന വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് കിച്ചൺ റഗ്ഗായിട്ട് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാനിത് അങ്ങനെ ചെയ്യാൻ പോകുന്നത്, കാരണം എനിക്ക് ഹാൻഡ് കർച്ചീഫ് ഒരുപാടുണ്ട്. സോ അത് നമ്മുടെ ചെക്കിങ്ങിലോട്ട് പോകും. പിന്നെ ഇത് 39 രൂപ കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് മൈക്രോ ഫൈബർ ഹാൻഡ് ടവൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇത് നമുക്ക് തൂക്കിയിടാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ചെക്കിങ്ങിലോട്ട് പോകും. പിന്നെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് കർച്ചീഫായിട്ട് യൂസ് ചെയ്യാം. ബട്ട് ഇതിന് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ കിച്ചൺ റഗ്ഗായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മൈക്രോ ഫൈബറാണ്, കുറച്ചും കൂടെ ഫ്ലഫി ആയിട്ട്. നമ്മൾ എന്താ പറയുക, ഒരു ക്വിൽറ്റിൻ്റെ ഒക്കെ ഇതുണ്ടല്ലോ അതേപോലെ. ഇതിൻ്റെ പ്രൈസ് 29 റുപ്പീസാണ്. ഇതും നമ്മുടെ ചെക്കിങ്ങിലോട്ട്. ഇതൊന്നും ക്യാബിൻ ട്രോളിയിൽ വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ അതിലെന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ, നമ്മൾ 2 പേര് ഡ്രസ്സ്, നമ്മൾ ടോയ്ലറ്ററീസ്, നമ്മൾ 100 ml താഴെയുള്ള ടോയ്ലറ്ററീസൊക്കെ അതിനകത്ത് വെക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, ഫയൽസ്, എന്താ പറയുക, ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ,
അങ്ങനെയൊക്കെ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സമയം കളയുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇതെന്തായാലും നമുക്ക് ചിക്കനിലോട്ട് മാറ്റാം. ഇത് നമുക്ക് കിച്ചൺ റഗ്ഗൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ചിക്കനിലോട്ട് മാറ്റാവുന്നതാണ്. ഓക്കെ, ഇനി 3 നൈഫാണ്. സെയിം സൈസാണ് കേട്ടോ, 3 അത്യാവശ്യം നീളവും വണ്ണമൊക്കെ ഉണ്ട്, ഒരുപാട് വീതിയല്ല, ആവശ്യത്തിന്. ഓക്കെ, ഇത് വാൻഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്, നമ്മുടെ ഡിമാർട്ടിൻ്റെ തന്നെയാണ് കേട്ടോ. ഡിമാർട്ടിനാണ് ഞാൻ ഇപ്പോൾ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിമാർട്ടിനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിമാർട്ട് കഴിഞ്ഞു എന്ന് ഞാൻ പറയും. എന്നിട്ട് നമുക്ക് അടുത്ത സാധനത്തിലോട്ട് പോകാം. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, പിന്നെ 119 രൂപയാണ് കേട്ടോ. 3 കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട് സൈഡിൽ മേലെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും ക്യാബിൻ ലഗേജ് ഇല്ല, അതായത് ഫ്ലൈറ്റിനകത്ത് നമ്മുടെ കയ്യിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒന്നിലും വെക്കരുത്, ഷാർപ്പായിട്ടുള്ള ഒന്നും വെക്കരുത്. ഓക്കെ, മനസ്സിലായല്ലോ. ബ്ലേഡ്, കത്തി, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെക്കരുത് ഷാർപ്പായിട്ടുള്ള. ഒരാളെ ഉപദ്രവിക്കാൻ പറ്റുന്ന ഒന്നും നമ്മൾ അതിനകത്ത് കൊണ്ടുപോയിക്കൂടാ. ഓക്കെ, ഇത് നമ്മുടെ ചിക്കനിലോട്ട് പോകും. ഇനിയുള്ളത് ഇതാ ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ട്രേ പോലെ. ഇത് ബൗൾ എന്ന് വിളിക്കണോ അല്ലെങ്കിൽ ട്രേ എന്ന് വിളിക്കണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബൗൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഫൈബറാണ്, നല്ല കുറച്ച് വെയിറ്റ് ഉള്ള ടൈപ്പ് ഉണ്ടല്ലോ, കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ്. ഞാൻ ടാഗൊക്കെ ഉണ്ടോ പ്രൈസൊക്കെ കഴുകിയപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ കഴുകി വെച്ചപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഞാൻ എടുത്ത് കളഞ്ഞു. ഇത് നമ്മൾ ചിക്കനിലേക്ക് പോകും. ഈ ഒരു സോക്സ് ആണ് കേട്ടോ. സോക്സ് ഇത് 3 പെയർസ് ആണ്. ഇത് വൂളനാണ്. കുറച്ച് എന്താ പറയുക, കാലിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടു, കുറച്ചിങ്ങനെ കട്ടിയുള്ള ടൈപ്പ് ഞാൻ ചിക്കനിലോട്ട് വയ്ക്കുകയാണ്. പിന്നെ ഈ ഒരു ബൾബ് കേട്ടോ, ഇതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഇത് നമുക്ക് റീചാർജ് ചെയ്യാം, റീചാർജബിൾ ആണ്. ഇതാ ഈ ഒരു ഇത് അഴിച്ചാൽ മതി. അഴിച്ചിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് ഇവിടെ നമ്മുടെ C കേബിളാണ് യൂസ് ചെയ്യുന്നത്. C കേബിൾ യൂസ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കേട്ടോ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്ന കാണിച്ചില്ല, ഓൺ ചെയ്യുന്ന കാണിച്ചില്ലല്ലോ. അതാ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, ഇതങ്ങനെ ചൂടാവുകയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് നേരം യൂസ് ചെയ്യാം നമുക്ക്. പിന്നെ ഞാൻ രാത്രി കിടക്കുമ്പോൾ എൻ്റെ ബെഡിനടുത്ത് വെച്ചേക്കും എപ്പോഴും. കാരണം ഇതൊരു ടോർച്ചുകൾ നമുക്ക് കൂടെ കൊണ്ടുപോകും. കാണുമ്പോൾ ബൾബാണെങ്കിലും സംഭവം ടോർച്ചായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് കുറച്ചുകൂടെ എക്സ്ട്രാ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് വയ്ക്കും, ചുമ്മാ വെച്ചാലും മതി. ഓക്കെ, ഇതിന് 129 രൂപയാണ്. തൊട്ട് ഞാൻ കുറച്ച് എന്താ പറയുക, ഇന്നലെ ആയിരുന്നു എൻ്റെ ബോക്സ് എടുത്ത് കളഞ്ഞപ്പോൾ അതെനിക്ക് ഓർമ്മയുണ്ട് വെയിറ്റ് എത്രയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 1, 2, 3ാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേക്കും ഓഫാകും. 2 കുറച്ച് ലോ ആയിട്ടുള്ള ഡിമ്മായിട്ടുള്ള ഒരു ലൈറ്റാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാം. ഇത് ഏറ്റവും ബ്രൈറ്റ്നെസ് കൂടിയിട്ടുള്ളതാണ്. പിന്നെ തൊട്ട് താഴെ, പിന്നെ അതിൻ്റെ താഴെ, പിന്നെ ഓഫ്. ഓക്കെ, ഇത് നമ്മൾ ചെക്കിങ്ങിലോട്ട്